ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീക്ക് ട്രേഡിൻ്റെ ഒരു അനാലിസിസ് ചെയ്യാം. അതായത് 9th തൊട്ടിട്ട് 12th വരെ 4 days ട്രേഡിങ്ങിൻ്റെ അനാലിസിസ് ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് 9th ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് 14, അതായത് ഏകദേശം $14 മൂവ്മെൻറ്റ്, 56 ടാർഗറ്റും ഹിറ്റ്, ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് തന്നെ നമുക്കൊരു $70 പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. സെക്കൻഡ് ഡേയിലും നമുക്കൊരു $143, അതായത് ഇവിടുത്തെ $143 ഇതും 20, യെസ്, അത് 140. അപ്പോൾ ഒരു $143 മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ വരുന്നത് 12th 1 മിനിറ്റിലാണ് റീട്രേസ്മെൻറ്റ് വരുന്നത്. അത് $105, 3 ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനത് ഓൾറെഡി എല്ലാ ദിവസവും അതിൻ്റെ അനാലിസിസ് തന്നെ ഇടുന്നുണ്ട്. ഓക്കെ, പിന്നെ മെയ് ആയിരുന്നു, മെയ് 12th. ഓക്കെ, 12th നമുക്ക് ഫസ്റ്റ് തന്നെ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫോളിന് ശേഷം ഒരു SL ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഒരു $16 മൂവ്മെൻറ്റിന് ശേഷം SL ഹിറ്റ് ചെയ്തു. പിന്നെ അഗെയിൻ അത് വൈകുന്നേരം ഒരു ആഫ്റ്റർ ന്യൂ ഇയർ സെക്ഷനിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം അതിൻ്റെ ടാർഗറ്റ് അപ്പോൾ തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് അപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഗ്യാപ്പ് അപ്പിൽ ശരിക്കും ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് 3 ടാർഗറ്റും ഹിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അതൊരു $70 നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. കാരണം ഈ ഇടുന്നതിൻ്റെ വാലിഡേഷൻ എന്ന് വെച്ചാൽ നമ്മളിടുന്ന 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നവരെയാണ് അതിൻ്റെ ഒരു വാലിഡേറ്റഡ് ആണ് ഈ പറഞ്ഞ ബ്രേക്ക് ഔട്ട് എൻട്രിയുടെ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഓവറോൾ റിസൾട്ട് നിങ്ങൾക്ക് പറയാം ജസ്റ്റ്. അപ്പോൾ 9th ഒരു $70, 10th ഒരു $124, 11th $105, 12th $71. അങ്ങനെ ഇട്ടയിൽ നമുക്ക് മൊത്തം ഒരു 5 ഓവറിനാണ് നമുക്ക് SL ഹിറ്റ് ചെയ്തത്. ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റും തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടലി ഒരു ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $324 മൂവ്മെൻറ്റ് ലാസ്റ്റ് വീക്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഹാപ്പി ട്രേഡിങ്.